നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിന്റെ ആൾമറ ഇടിഞ്ഞു വീണ് കല്ലൂർ സ്വദേശി മരിച്ചു. വാഹനാപകടത്തിൽ മരിച്ച പാഴായി സ്വദേശിയുടെ സംസ്കാരം നടത്തി. ചാലക്കുടിക്കാരൻ രാജനാണ് മരിച്ചത്. ആളൂർ സ്റ്റേഷൻ റൌഡിയും നിരവധി കേസിലെ പ്രതിയുമായ യുവാവിനെ കാപ്പ ചുമത്തി. ചാലക്കുടി പോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി സ്കൂട്ടറിന് മുകളിലേക്ക് വീണ് അപകടം. മരത്തിന് താഴെ സ്കൂട്ടറിൽ ഇരുന്നിരുന്ന ആൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ സംരംഭകത്വത്തെക്കുറിച്ച് നടന്ന ദേശീയ സെമിനാർ പ്രമുഖ വ്യവസായി ജോയ് ആലുക്കാസ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിന്റെ ആൾമറ ഇടിഞ്ഞു വീണ് കല്ലൂർ സ്വദേശി മരിച്ചു. മാവിൻചുവട് സ്വദേശി വട്ടപ്പുള്ളി ജയനാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. വീടിന് സമീപമുള്ള പറമ്പിലെ കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിന്റെ ആൾമറ ഇടിയുകയായിരുന്നു. ഇതോടെ ആൾമറയിൽ പിടിച്ചു നിന്നിരുന്ന ജയൻ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. പുതുക്കാട് അഗ്നിരക്ഷാസേന എത്തിയാണ് ജയനെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിച്ചത്. പരിക്കേറ്റ ജയനെ ആദ്യം വെണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വാഹനാപകടത്തിൽ മരിച്ച പാഴായി സ്വദേശിയുടെ സംസ്കാരം നടത്തി. ചാലക്കുടിക്കാരൻ രാജനാണ് മരിച്ചത്. 65 വയസ്സായിരുന്നു. ജനുവരി 14-ന് പാഴായി പുതുക്കാട് റോഡിൽ വെച്ചായിരുന്നു അപകടം. കാൽനടയാത്രികനായ രാജനെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന അനുജനും പരിക്കേറ്റു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാജൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ തിങ്കളാഴ്ച വൈകിട്ടോടെ മരിച്ചു. ഗീതയാണ് ഭാര്യ. അവിനാഷ്, അപർണ എന്നിവർ മക്കളും. സുബി, ജിത്രാജ് എന്നിവർ മരുമക്കളുമാണ്. ആളൂർ സ്റ്റേഷൻ റൌഡിയും നിരവധി കേസിലെ പ്രതിയുമായ യുവാവിനെ കാപ്പ ചുമത്തി. മുരിയാട് വെള്ളിലാംകുന്ന് തോട്ടുപുറത്ത് വീട്ടിൽ ഗുമ്മൻ എന്ന് വിളിക്കുന്ന സനീഷിനെയാണ് കാപ്പ ചുമത്തി 6 മാസത്തേക്ക് ജയിലിലാക്കിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. സനീഷ് ആളൂർ, കൊടകര, പുതുക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസുകളും 3 അടിപിടി കേസും അടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബി ഷാജിമോൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിബിൻ എന്നിവർ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു. ചാലക്കുടി പോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി സ്കൂട്ടറിന് മുകളിലേക്ക് വീണ് അപകടം. മരത്തിന് താഴെ സ്കൂട്ടറിൽ ഇരുന്നിരുന്ന ആൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. നാലുകെട്ട് സ്വദേശി 58 വയസ്സുള്ള കൂട്ടാലപ്പറമ്പിൽ ഷാജുവാണ് രക്ഷപ്പെട്ടത്. ചാലക്കുടി അഗ്നിരക്ഷാസേനയെത്തി മരം മുറിച്ചു മാറ്റിയാണ് ഷാജുവിനെ പുറത്തെടുത്തത്. തുടക്കി പരിക്കേറ്റ ഷാജുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. പോട്ട ബിവറേജിന് മുൻപിലായിരുന്നു കൂറ്റൻ വാഗമരം വീണത്. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ സംരംഭകത്തെക്കുറിച്ച് നടന്ന ദേശീയ സെമിനാർ പ്രമുഖ വ്യവസായി ജോയ് ആലുക്കാസ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് സ്ഥാപക ഡയറക്ടറും മാനേജറുമായ ഫാദർ ഡോക്ടർ ഹർഷച്ചൻ പഴയാറ്റിൽ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിമി വർഗീസ്, ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ അലൻ ലൂക്കോസ്, സെമിനാർ കോർഡിനേറ്റർ ഡോക്ടർ ബിനോജ് ജോസ്, കൺവീനർ ഡോക്ടർ ആർ രഞ്ജിത്ത്, ചെയർപേഴ്സൺ വൈഖരി എസ് നായർ എന്നിവർ പ്രസംഗിച്ചു. പ്രൊമോട്ടിംഗ് നോളജ് ഡ്രിവൻ എന്റർപ്രണർഷിപ്പ് ഫോർ സസ്റ്റൈനബിലിറ്റി എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. ക്ലാസുകൾ കാലിക്കറ്റ് സർവകലാശാലയിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അപർണ നച്ച് സജീവ്, ജെയിം ഡീംഡ് യൂണിവേഴ്സിറ്റിയിലെ CMS ബിസിനസ് സ്കൂളിന്റെ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ സിമ്മി കുര്യൻ എന്നിവർ നയിച്ചു. വിജ്ഞാനത്തെ ആധാരമാക്കി സുസ്ഥിര സംരംഭത്വം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. എനിക്ക് ഇങ്ങനെയുള്ളൊരു വേദി വന്നതിൽ ഞാൻ ഈ സ്ഥാപനത്തിനോട് നന്ദി അറിയിക്കുന്നു. മെയിൻലി ഇങ്ങനെയുള്ള ഈ നാഷണൽ സെമിനാർ പ്രോഗ്രാം പ്രത്യേകിച്ച് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണിത്.
ഇന്ന് സസ്റ്റൈനബിളിനെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് 2002 ഞങ്ങൾക്ക് ISO 14,001 കിട്ടേണ്ടായി. 14,001 എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് പരമായിട്ടുള്ള നമ്മൾ 2001 മുതൽ പ്ലാസ്റ്റിക്കും എല്ലാം ഞങ്ങൾ നിരോധിച്ചു. ഞങ്ങളെല്ലാം ബാഗുകളും പാക്കിംഗ് മെറ്റീരിയൽ എല്ലാം പേപ്പറാക്കി. അങ്ങനെ പല നൂതന ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. We are honoring Dr. Joy and his beloved wife Joy, not because they have been declared recently the richest in Kerala. It can come and go. And being richest in Kerala, it is not the ambition of this couple. They want the richest in India, possibly the richest in the world. Even that is. Dear students and dear ladies and gentlemen, it is with immense pride, profound gratitude and great pleasure that I welcome you all to this distinguished gathering, which marks not merely an event, but a moment of inspiration and reflection for our academic. Reinterpret and apply India's timeless knowledge traditions to contemporary life challenges. Rooted in the Indian knowledge system, the seminar highlights how traditional wisdom, when combined with innovation and enterprise, can contribute to sustainable growth. പുതുക്കാട് സ്നേഹപുരത്ത് പരസ്യമേഖലയും ഓൺലൈൻ ഓഫ്ലൈൻ മേഖലകളെയും കോർത്തിണക്കി വാട്ട് നെക്സ്റ്റ് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. മുൻ പഞ്ചായത്ത് പ്രസിഡന്റും SNDP പുതുക്കാട് യൂണിയൻ ഡയറക്ടർ ബോർഡ് അംഗമായ KM ബാബുരാജ് ചടങ്ങിന് ഭദ്രദീപം തെളിയിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രതി ബാബു ഉദ്ഘാടനം ചെയ്തു. സ്നേഹപുരം സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ആന്റണി മേനാച്ചേരി ആശീർവാദകർമ്മം നിർവഹിച്ചു. ക്ലബ് FM RJ വിനീത് ചടങ്ങിന് വിശിഷ്ടാതിഥിയായി. പുതുക്കാട് പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും പഞ്ചായത്ത് അംഗവുമായ ശ്രീജ രാജേഷ് അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് പഞ്ചായത്ത് ജനപ്രതിനിധികളായ ബേബി കീടായിൽ, ജോയ് മഞ്ഞളി, NYC ജില്ലാ പ്രസിഡന്റ് സഞ്ജു കാട്ടുങ്ങൽ, യൂത്ത് മൂവ്മെന്റ് SNDP യോഗം പുതുക്കാട് യൂണിയൻ പ്രസിഡന്റ് ശരത് വിഷ്ണു പെരുമറത്ത്, സ്ഥാപക ഉടമ നിഖിൽ വൈക്കത്താടൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ ആധുനികമായ കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ നമ്മളിന്ന് വലിയ ഒരു ലോകത്തിൻ്റെ മാറ്റത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലും പ്രദേശങ്ങളിലുമൊക്കെ ഈ ആധുനിക സൗകര്യങ്ങളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അതിൻ്റെ ആക്സിലറി ആയിട്ടുള്ള കാര്യങ്ങളടക്കം ചെയ്യുന്ന ഒരു ചെറിയ ഷോപ്പ് പക്ഷെ വലിയ ഉപകാരമാണ് ഈ നാടിന് അത് നൽകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. റേഡിയോ ജോക്കി ചെയ്യുന്നത് മാത്രം മാതൃഭൂമിയുടെ ക്ലബ് FM റേഡിയോയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷം. നിങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ചുറ്റുപാട് വികസനത്തിന്റെ പാതയിലാണെന്ന് മനസ്സിലായി. കാരണം ഈ ഇലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന സമയത്താണ് വികസനം എന്നുള്ളൊരു വാക്ക് നമ്മളിങ്ങനെ ഒരുപാട് തവണ കേൾക്കുന്നത്. പക്ഷെ അതല്ലാത്തൊരു ടൈമിലാണെങ്കിൽ പോലും വികസനത്തിന്റെ ഒരു പാതയിലാണ് ഈ ഒരു ഭാഗം എന്ന് മനസ്സിലായി. കാരണം പള്ളിയിലാണെങ്കിലും ശരി ഇതാ ഒരുപാട് വികസന പ്രവർത്തനം നടക്കുന്നു. അതുപോലെ നിഖിൽ ഇവിടെ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞു. സേവനത്തിന് ഒരു കാരണമാകട്ടെ. നമ്മൾ ഓരോ സംരംഭങ്ങൾ തുടങ്ങുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ഒപ്പം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്. ഇത് രണ്ടും ഒരുമിച്ച് നന്നായി ഇഴുകി കൊണ്ടുപോകുമ്പോഴാണ് അതൊരു സന്തോഷമായിട്ട് ശുഭമായി തീരുകയുള്ളൂ. ഈ വാർഡിൻ്റെ അധ്യക്ഷ ശ്രീജ നമ്മുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയാണ്. അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ പ്രസിഡന്റ് ഒല്ലൂരിൽ സേവ് കോൺഗ്രസിന്റെ പേരിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് പോസ്റ്റർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ സീറ്റിൽ പ്രാദേശിക നേതാവിനെ മത്സരിപ്പിക്കണമെന്നും കോൺഗ്രസിന് ഭർത്തന്മാർ വേണ്ടെന്നുമുള്ള ആവശ്യവുമായി വ്യാപക പോസ്റ്ററുകൾ ഒല്ലൂരിലും പരിസരത്തും ഒട്ടിച്ചിട്ടുണ്ട്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഒല്ലൂരിനെ ഭർത്തന്മാരുടെ കുപ്പത്തൊട്ടിയാക്കരുത്, ഒല്ലൂരുകാർക്ക് നൽകുക, ഒല്ലൂരുകാരെ അപമാനിക്കരുത്, ഒല്ലൂരിൽ കോൺഗ്രസിൽ മത്സരിക്കാൻ ഭർത്തന്മാർ വേണ്ട എന്നിങ്ങനെയാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററിലുള്ളത്. ഒല്ലൂരിൽ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണ്ടെന്നും മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നുമാണ് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികളുടെയും ആവശ്യം.
ഇക്കാര്യം ചൂണ്ടിക്കാട്ടി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് കത്തയച്ചതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യനെ ഉള്ളൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് പ്രാദേശിക നേതൃത്വത്തിന്റെ ആവശ്യം. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ അനുയായിയാണ് ജെയ്ജു. മണ്ഡലത്തിൽ മത്സരത്തിന് KPCC സെക്രട്ടറി ഷാജി കോടങ്ങണ്ടത്ത, മുൻ MLA MP വിൻസെന്റ്, KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ എന്നിവരുടെ പേരുകൾ ഉയർന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ഒല്ലൂർ കോൺഗ്രസിൽ പ്രാദേശിക വാദം ഉയർന്നത്. CPIയുടെ K രാജനാണ് നിലവിൽ ഒല്ലൂരിലെ MLA. 2016 മുതൽ K രാജനാണ് ഇവിടെ വിജയിച്ചത്. മന്ത്രി കൂടിയായ K രാജൻ തന്നെയായിരിക്കും ഇത്തവണയും മണ്ഡലത്തിൽ നിന്ന് LDFനായി മത്സരിക്കുക എന്ന സൂചനയാണ് ഇപ്പോഴുള്ളത്. രാജന് ഒല്ലൂരിൽ തുടർ വിജയം ഉറപ്പാണെന്ന് CPI പറയുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ പരാജയപ്പെട്ടതിനെ തുടർന്ന് തൃശൂർ നഗരത്തിലും DCCക്ക് മുന്നിലും ദിവസങ്ങളോളം പോസ്റ്റർ യുദ്ധം നടന്നിരുന്നു. വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ അന്തരിച്ച സിവിൽ പോലീസ് ഓഫീസർ KS മുജീബിന്റെ കുടുംബത്തിനുള്ള സഹായനിധി വിതരണം നടത്തി. കേരള പോലീസ് അസോസിയേഷനും കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ തൃശൂർ റൂറൽ ആൻഡ് സിറ്റി ജില്ലാ കമ്മിറ്റികളും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോടാലിയിൽ നടന്ന ചടങ്ങിൽ KK രാമേന്ദ്രൻ MLA മുജീബിന്റെ കുടുംബാംഗങ്ങൾക്ക് കുടുംബസഹായ നിധി സംഖ്യ കൈമാറി. തൃശൂർ റൂറൽ സിറ്റി ജില്ലകളിലെ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും തൃശൂർ സിറ്റി റൂറൽ ജില്ലകളിൽ നിന്നും കേന്ദ്ര ഡെപ്യൂട്ടേഷനുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്നുമായി പോലീസ് സംഘടനകൾ സമാഹരിച്ച 20 ലക്ഷം രൂപയാണ് മുജീബിന്റെ കുടുംബാംഗങ്ങൾക്ക് കൈമാറിയത്. KPOA തൃശൂർ റൂറൽ ജില്ലാ പ്രസിഡന്റ് KP രാജു അധ്യക്ഷനായിരുന്നു. റൂറൽ ജില്ലാ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് TS സിനോജ്, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. KPA തൃശൂർ റൂറൽ ജില്ലാ സെക്രട്ടറി ML ബിജോഷ്, KPOA തൃശൂർ റൂറൽ ജില്ലാ സെക്രട്ടറി VU സിൽജോ, KPOA തൃശൂർ സിറ്റി ട്രഷറർ ദുർഗാദാസ്, KPA സിറ്റി ജില്ലാ പ്രസിഡന്റ് NS സജീവൻ, KPA റൂറൽ ജില്ലാ പ്രസിഡന്റ് CK പ്രതീഷ്, KPA സംസ്ഥാന നിർവാഹക സമിതി അംഗം CG മധുസൂദനൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോസ് സ്കൂളിന്റെ 82ാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനവും ആഘോഷിച്ചു. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് വരന്തരപ്പള്ളി ജൂബിലി ഹാളിൽ വെച്ച് നടന്ന പരിപാടി കോർപ്പറേറ്റ് മാനേജർ റവറൻ ഫാദർ ഡോക്ടർ സന്തോഷ് മുണ്ടൻമാണി ഉദ്ഘാടനം നിർവഹിച്ചു. 23 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക AA മീനയ്ക്ക് യാത്രയയപ്പ് നൽകി. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ ഫോട്ടോ അനാച്ഛാദനം നടത്തി. റവറൻ ഫാദർ ജിയോ ആൽനോലിക്കൽ അധ്യക്ഷനായി. ഹെഡ്മിസ്ട്രസ് മീന ആന്റണി സ്വാഗതം പറഞ്ഞു. പ്രീമ AV, പ്രദീപൻ NK, മെറിൻ വാറുണ്ണി, ബീന ജോസഫ്, ആനന്ദ് കൃഷ്ണ, ട്രീസ പ്രിൻസ് വെല്ലിശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. പ്രവർത്തനങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുന്ന സ്കൂളാണ്. റിപ്പോർട്ട് വായിച്ചപ്പോൾ നമുക്ക് പലതും മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഒരു ദിവസം കുട്ടികളുടെ പരിപാടികളൊക്കെ നമ്മൾ കാണുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കുന്ന അത്രയ്ക്ക് പ്രാധാന്യമുള്ള രീതിയിലുള്ള കലാപരിപാടികളും സ്കൂളിന് എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സുദിനമാണെന്ന്. ഒന്നാമത്തെ കാര്യം, ആരംഭത്തിലെ കുട്ടികൾ ചെയ്ത പ്രയർ ഡാൻസ്, അതിൻ്റെ പെർഫോമൻസ് എല്ലാ രീതിയിലും അത് വളരെ വിശേഷമായിരുന്നു. ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ടു ഓൾ ദ സ്റ്റുഡൻറ്. ഈ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ദിനമാണ് ഇന്നത്തെ പരിപാടികൾ. നമ്മളിന്ന് 82ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. എൻ്റെ അറിവില് ഇവിടെ എൻ്റെ മക്കളുടെയും അച്ഛന്മാർ തൊട്ട് ഇവിടെ പഠിച്ചു തുടങ്ങിയതാണ്. അവർക്കെല്ലാവർക്കും സൗകര്യപ്രദമായി തൊട്ടടുത്ത് തന്നെ 4ാം ക്ലാസ് വരെ വന്ന് പഠിക്കാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ഈ പ്രസ്ഥാനം തുടർന്ന് കുട്ടികളും ഞങ്ങളുടെ മക്കളും ഒക്കെ പഠിച്ചു വന്ന ഈ സ്കൂളിനെ
കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പോത്തു വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നടത്തുന്നു. ജനുവരി 23-ന് മലമ്പുഴയിലെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെയായിരിക്കും പരിശീലനം. താല്പര്യമുള്ളവർ ആധാർ കാർഡിന്റെ പകർപ്പുമായി വരണം. സൗജന്യമായി പങ്കെടുക്കുന്നതിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം. ഫോൺ 049128154544. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 13,730 രൂപയും പവന് 1,09,840 രൂപയും രേഖപ്പെടുത്തി. വെള്ളിക്കുളങ്ങര നമ്പ്യാർപാടം ചാക്കയിൽ പരേതനായ മണിയുടെ ഭാര്യ കമല അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സലീഷ്, ശ്യാമ, സുഭാഷ് എന്നിവർ മക്കളും അപർണ, സുരേഷ് ബാബു എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ ശാന്തിനഗർ നടപ്പറമ്പിൽ ഭാസ്കരൻ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ. പരേതയായ സരോജിനിയാണ് ഭാര്യ. ജയപ്രകാശൻ, മോഹൻദാസ് എന്നിവർ മക്കളും അനിത, ബിജു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കിണർ വൃത്തിയാക്കുന്നതിനിടെ കിണറിന്റെ ആൾമറ ഇടിഞ്ഞു വീണ് കല്ലൂർ സ്വദേശി മരിച്ചു. വാഹനാപകടത്തിൽ മരിച്ച പാഴായി സ്വദേശിയുടെ സംസ്കാരം നടത്തി. ചാലക്കുടിക്കാരൻ രാജനാണ് മരിച്ചത്. ആളൂർ സ്റ്റേഷൻ റൌഡിയും നിരവധി കേസിലെ പ്രതിയുമായ യുവാവിനെ കാപ്പ ചുമത്തി. ചാലക്കുടി പോട്ടയിൽ കൂറ്റൻ മരം കടപുഴകി സ്കൂട്ടറിന് മുകളിലേക്ക് വീണ് അപകടം. മരത്തിന് താഴെ സ്കൂട്ടറിൽ ഇരുന്നിരുന്ന ആൾ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ സംരംഭകത്വത്തെക്കുറിച്ച് നടന്ന ദേശീയ സെമിനാർ പ്രമുഖ വ്യവസായി ജോയ് ആലുക്കാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.